മുതലാളി, എനിക്ക് അങ്ങയുടെ ഒരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പുരാതനവും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞ് ഡ്യൂക്ക് ആഭരണശാലകൾക്ക് കത്ത് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് ശുദ്ധമായ ഫീനിക്സ് സ്വർണം വേണമത്രേ. അവർ വലിയ വീട്ടിലെ മരുമകളായിട്ട് പെരുന്നാൾ സമ്മാനം കൊടുക്കാനാണത്രേ. മുതലാളി, അങ്ങയുടെ അഭിപ്രായം എന്താണ്? നമ്മൾ അവിടേക്ക് പോകണമോ? തീർച്ചയായിട്ടും നമ്മളും പോകണം. നമ്മുടെ ഗൂ കുടുംബം എല്ലാത്തിലും പ്രസിദ്ധമാണ്. ഇത്രയും വലിയ അവസരം നമ്മൾ പാഴാക്കിയ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കും. അതുമാത്രമല്ല, ഡ്യൂക്ക് മഹാരാജാവിനെ നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് അവരുമായി നല്ല ബന്ധം ഏർപ്പെടുത്താൻ സാധിച്ചാൽ അവർക്കായുള്ള സ്വർണമുണ്ടാക്കുന്ന അവസരം നമുക്ക് ലഭിക്കും. നമ്മൾ ഇങ്ങനൊരു അവസരം പാഴാക്കാൻ പാടില്ല. ശരിയാണ് പറഞ്ഞത്. എന്റെ ഏട്ടനൊരു സാധാരണ ആളല്ല. അദ്ദേഹത്തിന്റെ കൂടെ കച്ചവടം ചെയ്താലേ നല്ല ലാഭം ഉണ്ടാവും. നീ ഞങ്ങളോട് ഗോ കുടുംബത്തിന്റെ നിധി എവിടെയായിരിക്കുന്നെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ സഹായിക്കത്തില്ല. എന്താന്ന് വെച്ചാൽ നീ ഒരു സ്വാർത്ഥയാണ്. ഇവരുടെ അടുത്ത് വെറുതെ തർക്കിക്കാൻ നിൽക്കണ്ട. നീ വഴി കാണിക്കേ. നടക്ക് നടക്ക്. എന്റെ സ്ഥലത്തേക്ക് വന്ന് ഇവന്മാർ എന്താ ചെയ്യാന്ന് ഞാനൊന്ന് കാണാമല്ലോ. മുതലാളി, ഞാൻ അങ്ങയുടെ കുതിരയെ കൊണ്ടുവരാം. സാരമില്ല, ഞാൻ നടന്നു പോയിക്കോളാം. അങ്ങ് വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യണം. വരൂ. ഇതാ 3 എണ്ണം എടുത്താൽ 5 രൂപ. എടുത്തോളൂ. നിൽക്ക്. ഏതാ സ്ഥലം എന്ന് പറയാമോ? എന്റെ മറ്റു സുഹൃത്തുക്കളെയും എനിക്ക് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇത് ഞങ്ങളുടെ രഹസ്യ സ്ഥലമാ. വേറെ ആരും അറിയാൻ പാടില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എനിക്കെന്തോ നീ ഞങ്ങളെ കെണിയിലാക്കാൻ പോവാന്നാ തോന്നുന്നു. അയ്യോ, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞാളെ? നിങ്ങൾ എന്നിലും എന്റെ കഴിവിലും വിശ്വസിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പരസ്പരം വിശ്വാസത്തോടെ തന്നെ ആയിരിക്കണം. പറയൂ, നിന്റെ സഹോദരൻ എവിടെ? എന്നെ സഹായിക്കണം മുതലാളി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവരെന്താ ചെയ്യുന്നത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ആദ്യം ഇവരിവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ ഞങ്ങളുടെ സമയം മെനക്കെടുത്താതെ. നീ ഇവളുടെ സഹോദരനാണോ? ഏട്ടാ, ഇവര് ജോ കുടുംബത്തിലുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കാൻ നിൽക്കുക. ഞാൻ അവര് സംസാരിക്കുന്ന കേട്ടതാണ്. സത്യമാണ്. ഇവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവനെ അടിക്കേ. മാറി നിൽക്കും. അതെന്താ അവിടെ വഴക്കിടക്കണം? അല്ല, അവരെന്താ സംഭവിക്കുന്നത്? അവരിതിനെ തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഏട്ടൻ മേലെ കൈവയ്ക്കും. വന്നിരിക്കുന്ന അവന്മാര് തല്ലാനായിട്ട്. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ കിട്ടും. ഇതൊക്കെ കണ്ട് ഞാനങ്ങ് ഭയന്ന് പോകുന്നു വിചാരിച്ചു. അവനെ വെറുതെ വിടരുത്. ഈ നിൽക്കുന്നവരെ വെറുതെ വിടാൻ പാടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാന്നോ? വാ, ഓടാം നമുക്ക്. ഞങ്ങൾ പിടിക്കില്ല. അവിടെ നിൽക്കേ. ഒരു ആ ഭാഗത്തോട്ട് പോ. ഈ ഇവിടെ നോക്ക്. നിങ്ങൾ അങ്ങോട്ട് പോ. പിടിക്ക്, വേഗം പിടിക്കേ. നിങ്ങളോടല്ലേ ഓടരെന്ന് പറയുന്നത്? ഞങ്ങൾ പിടിക്കും. നമ്മളെ തല്ലിട്ട് പോകുന്നതാണോ വിചാരം? അത് ശരി. ഇനി എന്ത് ചെയ്യും? ഇനി എങ്ങോട്ട് ഓടും? ഇവനാണ് നിന്റെ മുതലാളി. എന്ത് മുതലാളിയോ? അങ്ങനെ ഞാനിപ്പോ പറഞ്ഞു. നീ നുണ പറയരുത്. എന്റെ സുഹൃത്തുക്കൾ നിന്നെ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിന്റെ വാക്ക് കേട്ട് നിന്നെ ഞാൻ വെറുതെ വിട്ടേനെ. നിന്നെ കണ്ടിട്ട് പാവാണ് തോന്നല്ലോ. ചെല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോ. ഓടെ പിടിച്ച് രക്ഷപ്പെടാൻ പോവുകയാണോ? മുതലാളി, എന്നെ വിശ്വാസമുണ്ടോ? ശകലം പോലും. ഇനിയിപ്പോ ഇല്ലെങ്കിൽ സാരമില്ല. നീ
നീ എന്താ ചെയ്യുന്നത്? ചാടാൻ പോവാ. പെട്ടെന്ന് വാ. അവർ രക്ഷപ്പെടുന്നു. എന്താണ് നോക്കി നിൽക്കുന്നത്? പോയി പിടിക്ക്. അയ്യോ അയ്യോ മുതലാളി, എന്റെ കാല്. അയ്യോ എന്റെ കാല്. ശരി, പടിക്കടി കൂടി പോവാം. മുതലാളി ഇതിനകത്ത് ഒളിച്ചോ? ഇതിനകത്തോ? ആ ചെല്ല്, അകത്ത് കയറി ഇരിക്ക്. ഒന്ന് ഇരിക്ക്. നീ എന്താ ചെയ്യാ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവിടെ പോയി. അതെ അതെ, സൈനികരെല്ലാരും നമ്മൾ നോക്കിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, നമ്മളെല്ലാരും കണ്ടു. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം. വരൂ. വേഗം വാ, വേഗം വാ. വേഗം വരൂ. മുതലാളി പുറത്തേക്ക് വാ. അവരിവിടുന്ന് പോയി. മുതലാളി എന്നോട് ക്ഷമിക്കണം, കണ്ടപ്പോ ചിരി വന്നു പോയതാ. അതൊക്കെ പോട്ടെ, അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോണം. മുതലാളി സത്യമായിട്ട് ഇതിന് കാരണം ഞാനല്ല. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? നിന്നെ കണ്ടപ്പോ തൊട്ട് എന്റെ വസ്ത്രങ്ങളൊക്കെ അഴുക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അടുത്ത് മാറി നിൽക്ക്. പക്ഷെ എന്നെ ഞാൻ തനിച്ച് വിടുവോ? നമ്മള് നല്ല സുഹൃത്തുക്കളാന്നാ കരുതിയത്, പക്ഷെ ഇപ്പോഴും അന്യരാ. ഒന്ന് നിന്ന്. നിങ്ങള് സിയാനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? സിയാൻ ചേച്ചി, ഒരുപാട് ക്ഷീണിച്ചോ? ഇല്ല. കുടുംബത്തിൽ മുതലാളിയല്ലേ പോണത്? മുതലാളിക്ക് എന്ത് പറ്റി? എന്താണാവോ നടന്നിട്ട്? എന്താ ഈ ഇങ്ങനെ പോകുന്നു വഴിയൊക്കെ മുതലാളി? എന്തിനാണാവോ പോകുന്നത്? മുഖത്തൊക്കെ എന്താ ഇത്? ജാൻഷി, സത്യത്തിൽ നീ തന്നെയാണോ? എന്ത് പറ്റിയടാ നിനക്ക്? വൈദ്യരെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത് സംഭവിച്ചത്. കാണാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ ഒരു വ്യത്യാസം തോന്നുന്നു. അത് വരുന്ന വഴിക്ക് ചെറുതായിട്ട് വീണതാ. അങ്ങനെയാണോ? ശരി, എനിക്ക് പോണ സമയം. നിൽക്ക് നിൽക്ക് നിൽക്ക്. എന്റെ വൈദ്യശാല ഇവിടെ തന്നെയാണ്. നീ വന്ന് വസ്ത്രങ്ങൾ മാറിട്ട് പോകും. ഈ വസ്ത്രങ്ങൾ എടുത്തോളൂ. നിനക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം തയ്യാറാക്കാൻ പറയാം. ശരി. ഓ, അപ്പൊ നീ പറഞ്ഞ അയാൾ തന്നെയാണോ? ചില സമയത്ത് അങ്ങനെയാ തോന്നുന്നത്. ഉറപ്പായത് അവൻ തന്നെയായിരിക്കും, പക്ഷെ അവന് ഒന്നും ഓർമ്മയില്ല. എന്നാ പിന്നെ നിനക്ക് എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞൂടായിരുന്നു? അവനോട് പറയണെന്നോ? ഞാൻ നിനക്കൊരു കഥ പറയാൻ പോവാണ്. നീ പറ, ഞാൻ കേൾക്കാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അവളുടെ അമ്മ എപ്പോഴും അവളോട് ഒരു കാര്യം പറയും. ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ അവർക്ക് വിഷമമുള്ളൂ. സ്വന്തം മോളുടെ കല്യാണം കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടേ ആ കൊച്ചു സുന്ദരിക്കുട്ടി ഉണ്ടല്ലോ, അതിന് വേണ്ട പദ്ധതി ആലോചിച്ചു വെച്ചിരുന്നു. എന്താണ് പദ്ധതി? അവള് നേരെ കാട്ടിലേക്ക് പോയി. അവളുടെ ഭർത്താവിനെ അവിടെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ചോണ്ടിരുന്നു. അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ അവിടെ വെച്ച് അവൾ ഒരാളെ കണ്ടുമുട്ടി. അപ്പൊ ആ കൊച്ചുകുട്ടി ആ പയ്യനോട് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ നിന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോവാ, പക്ഷെ അതിന് പകരമായിട്ട് നീ എന്നെ കല്യാണം കഴിക്കണമെന്ന്.
അതിനുശേഷം അവൾ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു അല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എന്താ പറഞ്ഞു വരുന്നത്? ആ ചെറിയ കുട്ടി നീയാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ ചെറുക്കൻ ഞാനായിരിക്കും അല്ലേ? അപ്പൊ നിനക്കെല്ലാം ഓർമ്മ വന്നോ? അപ്പൊ നീയാണോ അത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഞാൻ കാത്തിരിക്കായിരുന്നു. പ്രിയതമേ, നീ കാണുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞാലും ഞാൻ എന്താ നോക്കേണ്ടത്? വരാൻ പോകുന്ന നമ്മുടെ ഭാവി കാലം. ചേച്ചി എന്തിനാ ചിരിക്കുന്നേ? ആ, ആ, ചേച്ചി നീ ഒരുപാട് ക്ഷീണിച്ചു പോയിട്ടോ. എന്താ പണി അധികമാണോ? അതെ, പണിയെടുത്ത് ക്ഷീണിക്കുകയല്ലേ ചെയ്യൂ. പക്ഷെ മറ്റുള്ളവരെക്കാളും എനിക്ക് ജോലി കുറവാ. മറ്റുള്ളവരൊക്കെ ഒരുപാട് പണിയെടുക്കണം. എനിക്ക് മുതലാളിയെ മാത്രം നോക്കിയാ മതി. ഇവൾക്ക് ശരിക്കും ഒരു സഹോദരനുണ്ടല്ലേ? ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു. വലിയ വലിയ വീടുകളിലൊക്കെ പണിക്കാരോട് വളരെ മോശമായാണ് പെരുമാറുക എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. മുതലാളി വളരെ നല്ലവനാ. എന്നെ കൊണ്ട് അത്ര പണിയൊന്നും എടുപ്പിക്കില്ല. അദ്ദേഹത്തിന് മുറി വൃത്തിയാക്കണം, വല്ലപ്പോഴൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇവള് ദാസിയിട്ട് വന്നതിന്റെ പുറകിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടാവൂ? അല്ലല്ല, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ബുദ്ധിശാലി എന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരിയായത്. എന്നെ എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മുതലാളി ആ, വൈദ്യർ അങ്ങേ അന്വേഷിക്കുന്നുണ്ട്. വരുന്നു. ശരി. വരൂ മുതലാളി. ഇദ്ദേഹമാണോ നിന്റെ മുതലാളി? ആ, നമസ്കാരം മുതലാളി. നിന്റെ പേര് ജിയാനാണോ? എന്റെ പേര് മുതലാളിക്ക് എങ്ങനെ അറിയാം? നിന്റെ പേര് എന്നോട് ഇവള് പറഞ്ഞിട്ടുണ്ട്. മുതലാളി ചേച്ചിയുടെ അടുത്ത് നന്നായിട്ടാ പെരുമാറുന്നെന്ന് ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എന്നെ അനുഗ്രഹിക്കണം. സാരമില്ല, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെയൊന്നുമില്ല. നിന്റെ സഹോദരി എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാൻ വൈദ്യനോട് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പെട്ടെന്ന് തന്നെ വന്നോളാം. ചേച്ചി, ആ? മുതലാളി ശരിക്കും നല്ലൊരു വ്യക്തിയാണല്ലേ? ഞാൻ പറഞ്ഞതല്ലായിരുന്നോ? വൈദ്യരെ, പോയ മാസത്തിന് മരുന്നിനുള്ള കാശായത്. നിങ്ങൾ എണ്ണി നോക്കിക്കോ. കയ്യിലിരിക്കട്ടെ, ഇപ്പൊ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. എന്താ പറഞ്ഞത്? നിന്നെ യാൻസിക്ക് അറിയാവുന്നതാണ്. കൂടാതെ ഗു കുടുംബത്തിലെ ആളാണ്. നീ ഇവിടൊക്കെ തന്നെ ഉണ്ടല്ലോ. സുഹൃത്തുക്കളുടെ നിന്ന് ആരെങ്കിലും കാശ് വാങ്ങിക്കോ? പറയേ, അത് സുഹൃത്ത് ബന്ധത്തിന് ഒട്ടും ചേരുന്നതല്ല. വൈദ്യരെ, ഇതിന് ഞാൻ ഒരിക്കലും പകരം വീട്ടാതിരിക്കാൻ പോകുന്നില്ല. എന്താ? ജീവിതകാലം മുഴുവനും കടപ്പെട്ടിരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? അത് തന്നെയാ. അങ്ങനെയാണോ? അതാണോ പറയാൻ വന്നത്? ഞാൻ പോവാണ്. നീ വരുന്നുണ്ടോ ഇല്ലയോ? മുതലാളി, ഒരു മിനിറ്റ് നിക്ക്. വൈദ്യരെ, ഞാൻ നിങ്ങളെ പിന്നെ ആ കാണാട്ടോ. ശരി, ചെല്ലേ. മുതലാളി ഇപ്പോഴെന്നോട് ദേഷ്യത്തിലാണോ? നീ എന്താ വിചാരിക്കുന്നു? എനിക്കറിയാം, നിങ്ങളോട് പറയാതെ പുറത്തു വന്നത് എന്റെ തെറ്റ് തന്നെയാ. എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചതിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്നെ എത്ര വേണേലും വഴക്ക് പറയാം. ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാന്ന് നീ വിചാരിച്ചു? ഇല്ലല്ല, നിങ്ങൾ എന്നെ പുറത്താക്കുന്നത് വരെ ഞാൻ എന്ത് വേണേലും ചെയ്യും. എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യൂ. ആ, എന്ത് വേണേലും ചെയ്യും. എന്നാ എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്. എന്ത്? ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ശരി, പെട്ടെന്ന് വാ. ആ, ആ, ആ. ഇത് മുത്തശ്ശിക്കും സൂചിയാനുള്ള വൈദ്യത്തിനുള്ള ചെലവാണ്. ഇതെടുത്തോണ്ട് പോയി വൈദ്യന് കൊടുക്ക. ശരി മുതലാളി. നീ അറിഞ്ഞായിരുന്നോ? നാളെ ഇവിടേക്ക് കൊച്ചു മുതലാളി വരുന്നുണ്ടത്രേ. അങ്ങനെയാണെങ്കിൽ ആയി ഉറപ്പായും വരുമല്ലോ. അപ്പൊ പെട്ടെന്ന് എന്റെ ജോലിയൊക്കെ തീർക്കണം. ആയിയുടെ കൂടെ ചന്തയ്ക്ക് പോകാനുള്ളതല്ലേ. ഞാൻ പറഞ്ഞ ജോലി നീ ചെയ്തു തീർത്തോ? സൈനികര് പറഞ്ഞത് അവർ കിഴക്ക് ഭാഗത്തുള്ള പ്രശ്നക്കാരാണെന്നാണ്. മുതലാളി കഴിഞ്ഞ തവണ കണ്ടില്ലേ, ആ സ്കാറാണ് അവരുടെ തലവനത്രേ. എനിക്ക് അവരുടെ സ്ഥലം മനസ്സിലായിട്ടുണ്ട്. ഞാൻ സൈനികർക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്. സൈനികർ